Urcreation's Rekhas Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ നാരങ്ങ അച്ചാർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ പൊതുവേ നാരങ്ങ അച്ചാറുകൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ഇരുന്ന ശേഷമാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് അധികം കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി വേണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ന് ചെറുനാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തതാണ് കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ മുകളിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുത്ത ചെറുനാരങ്ങ വേണം നുറുക്കിയെടുക്കാൻ. ഈ ചെറുനാരങ്ങ നമുക്കിനി നുറുക്കിയെടുക്കാം. ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാനൊരു 8 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എന്തിനാ ഇട്ട് കൊടുത്തേച്ചാൽ കാരണം ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ആ സമയത്ത് ഈ നാരങ്ങ കൂടുതൽ കയ്പായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയുണ്ട്. നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കിയാലാണ് കേട്ടോ കൂടുതൽ സ്വാദ്. അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാതെ നല്ലെണ്ണയിൽ തന്നെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 20 വെളുത്തുള്ളിയാണ്, ഇത് പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്, അതും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, അതും കൂടിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയാണ്, തീരെ വെള്ളമില്ലാത്ത നാരങ്ങയാണ്, ഇട്ട് കൊടുക്കാം. ഈ നല്ലെണ്ണയിൽ കിടന്നിട്ട് നാരങ്ങ ഒന്ന് റെഡിയാവാനായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തേക്കണത്. ഈ 3.5 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു 5 ടേബിൾ സ്പൂൺ വരെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. കൂടുതലായിട്ട് നല്ലെണ്ണ ഉള്ളത് നല്ല ടേസ്റ്റ് കൊടുക്കും അച്ചാറിന്. ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അധികം കയ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ഈ അച്ചാർ എപ്പോഴും ടേസ്റ്റ് ഒരു 3 ദിവസത്തിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത്. നാരങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് മുഴുവനായിട്ട് കുരു കളഞ്ഞെടുത്തിട്ടുള്ള ചെറുനാരങ്ങ അല്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് പോരണ കുരുകൾ മാത്രമേ കളഞ്ഞെടുത്തിട്ടുള്ളൂ, ബാക്കി കുറച്ച് കുരുകളൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാരങ്ങ ഒരുവിധം സോഫ്റ്റ് ആയിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 4 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് വേണോ വേണ്ടേന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നോക്കാം കേട്ടോ. കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലിക്ക് പകരം സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. കാശ്മീരി ചില്ലി 4 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ചേർത്തുള്ളൂ. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം.
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചേക്കണത്. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ഈ വിനാഗിരി കൂടി ചേർത്തിട്ട് അച്ചാർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഇല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടുമ്പോഴാണ് അച്ചാറിന് കുറച്ചും കൂടി സ്വാദ് കേട്ടോ. വെള്ളം തീരെ ചേർക്കാതെ അച്ചാർ ഇടുമ്പോഴാണ് ഈ നാരങ്ങ അച്ചാറിന് ടേസ്റ്റ്. അച്ചാർ നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി വെച്ചേക്കാണ്. കുറേ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അച്ചാർ ഗ്ലാസ് ജാറിലാക്കിയിട്ട് വെക്കുകയാണ് നല്ലത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.